എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 4 ടു 5 വയസ്സുള്ള ഒരു കുട്ടീന്റെ അളവില് ഒരു ഫ്രോക്കും അതേപോലെ തന്നെ ഒരു ഓവർകോട്ട്, ഒരു ജാക്കറ്റ്, പീറ്റർ പാൻ കോളർ വരുന്ന മോഡലുള്ള ഒരു ഫുൾ സ്ലീവ് ആയിട്ടുള്ള ജാക്കറ്റും എങ്ങനെയാ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ചെക്സ് വരുന്ന മെറ്റീരിയൽ ആണ് ജാക്കറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ത്രെഡ് മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 35 ഇഞ്ചാണ്. വിഡ്ത്ത് കുറവായതുകൊണ്ട് തന്നെ 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. വിഡ്ത്ത് ഉള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.20 എടുത്താൽ മതിയാവും. പിന്നെ അത് 4 ടു 5 വയസ്സ് വരെയുള്ള കുട്ടിന്റെ അളവാണ് നമ്മൾ പറയുന്നത്. വയസ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ മെറ്റീരിയൽ കൂട്ടിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ മെയിൻ ഫാബ്രിക്, അതായത് ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റയോൺ മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത്. അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 42 ഇഞ്ച് ഉണ്ട്. അത് നമ്മൾ എടുത്തിരിക്കുന്നത് 1.5 മീറ്റർ ആണ്. പിന്നെ കോട്ടന്റെ ലൈനിങ് ആണ് നമ്മൾ ജാക്കറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മൊത്തമായിട്ടുള്ള ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കുന്നത്. അപ്പൊ 2 മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 35 ഇഞ്ചാണ് കേട്ടോ. ഇത്രയാണ് നമ്മുടെ മെറ്റീരിയലിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാം. യോക്കിന് വേണ്ടിയിട്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. യോക്ക് 8 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. 8 ഇഞ്ച് ലെങ്ത്തിന്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 9 ഇഞ്ച് ലെങ്ത്തിൽ വേണം ക്ലോത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതേപോലെ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു സൈഡിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിലെ പീസാണ് ആദ്യം വെച്ചിട്ടുള്ളത്. ബാക്കിലെ പീസിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിബ് വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരു പുതിയ മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം, പക്ഷെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് കാണാം. അപ്പൊ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിന്റെ കറക്റ്റ് മുകളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രണ്ടിലെ പീസ് വെക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിലെ പീസിൽ നമ്മൾ ഇതേപോലെ എക്സ്ട്രാ മാർക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിന്റെ മുകളിൽ കറക്റ്റ് മുകളിലായിട്ട് നമ്മൾ ഫോൾഡ് ആയിട്ട് വെച്ചിട്ടുള്ള ഫ്രണ്ടിലെ പീസ് വെച്ചു കൊടുക്കുന്നു. ഈ ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗത്ത് നിന്ന്, അതായത് ഈ 1 ഇഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലെ പീസ് വെച്ചല്ലോ, അവിടെ മുതൽക്കാണ് നമ്മുടെ അളവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നോർമൽ മാർക്ക് ചെയ്യുന്ന പോലെയാണ്. 5 ഇഞ്ചാണ് ഷോൾഡർ, 5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. 5 ഇഞ്ചാണ് ആം ഹോള്, 5 ഇഞ്ച് ആം ഹോളിന്റെ കൂടെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി ചേർത്തിട്ട് 5.5 ഇഞ്ചാണ് ആം ഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇതേപോലെ നമ്മളൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അളവെടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഓരോ കുട്ടികളും ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ഇതാണ് കറക്റ്റ് അളവ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നിങ്ങൾ അളവെടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് നിങ്ങൾക്ക് അളവുകളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കുട്ടികളുടെ അളവെടുക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഫ്രോക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ ആം ഹോൾ മാത്രമേ കുഴിച്ചു വരയ്ക്കുന്നുള്ളൂ. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേറെ വേറെ ഒന്നും കുഴിച്ചു വരയ്ക്കുന്നില്ല. ഇതേപോലെ നമ്മൾ ബാക്കിലുള്ള ആം ഹോൾ കുഴിച്ചു വരച്ചിട്ടുണ്ട്. ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് അളവ് 6 ഇഞ്ചാണ്. അതിനോടൊപ്പം 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തെ വണ്ണം, അതായത് ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. അതിനോടൊപ്പം 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 പോയിന്റ് ഇതേപോലെ യോജിപ്പിച്ചിട്ട് വരയ്ക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചരിച്ചുകൂടി വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എത്രയാണ് കുട്ടിക്ക് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുക. ബാക്കിലെ നെക്കിന് ഇറക്കം 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലെ നെക്കിന് ഒരു 3.25 ഇഞ്ച് ഇറക്കം കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് റൗണ്ട് നെക്ക് തന്നെയാണ് വരച്ചെടുക്കുന്നത്. 1/2 ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ വരച്ച അളവ് പ്രകാരം കട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ബാക്കിലെ നെക്കാണ് കട്ട് ചെയ്യുക. ബാക്കിലെ നെക്ക് കട്ട് ചെയ്തതിനു ശേഷം ബാക്കിലെ പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വേണം ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു മൊത്തത്തിലുള്ള ഒരു പീസ്, അതായത് ഫോൾഡഡ് ആയിട്ടുള്ള പീസിനെ നിവർത്തുമ്പോൾ മുഴുവനായിട്ടുള്ള ഒരു പീസും ബാക്കിലേക്ക് രണ്ട് പീസായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇതേ അളവിൽ നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ മെറ്റീരിയലും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മൾ യോക്ക് പാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ സ്കേർട്ട് പാർട്ട് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് 26 ഇഞ്ചാണ്. അപ്പം ഓരോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഓരോ മക്കളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇവിടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 26 ഇഞ്ചാണ്. അതിൽ നിന്ന് നമ്മുടെ യോക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. ബാക്കി 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് എടുത്തതാണ്. അപ്പൊ അത് കൂട്ടരുത്, കറക്റ്റ് ലെങ്ത്. അപ്പൊ 8 ഇഞ്ച് മൈനസ് ചെയ്യുന്ന സമയത്ത് ബാക്കി നമുക്ക് 18 ഇഞ്ചാണ് കിട്ടുക. ഈ 18 ഇഞ്ചിന്റെ കൂടെ ഒരു 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കും. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. 19.5 ഇഞ്ചാണ്. ഇപ്പൊ 19.5 ഇഞ്ചിൽ ഞാൻ ഇതേപോലെ 2 ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ ക്ലോത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 42 ഇഞ്ചാണ്. ആ 42 ഇഞ്ച് വിഡ്ത്ത് ഞാൻ മൊത്തമായിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നല്ല പ്ലീറ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ 42 ഇഞ്ച് വിഡ്ത്തിലും 19.5 ഇഞ്ച് ലെങ്ത്തിലും 2 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ പ്രില്ലിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്കുള്ള ലൈനിങ് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. അത് നമ്മൾ ടോട്ടൽ ലെങ്ത്തിന് ഇതേപോലെ മൈനസ് ചെയ്ത സമയത്ത്
സമയത്ത് നമുക്ക് 18 ഇഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 18 ഇഞ്ചിന്ന് ഒരു 2 ഇഞ്ച് മൈനസ് ചെയ്യാം, 2 അല്ലെങ്കിൽ 3 മൈനസ് ചെയ്യാം. കാരണം അതായത് നമ്മുടെ ഫ്രണ്ടിലെ ലെങ്ത്തിന്റെ അത്ര തന്നെ ലൈനിങ് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് 2 ഇഞ്ച് മൈനസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. 2 ഇഞ്ച് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 16 ഇഞ്ചാണ് കിട്ടുക. അതിലേക്ക് പിന്നെ 1.5 ഇഞ്ച് എന്ത് ചെയ്യുക, സീം അലവൻസ് ആഡ് ചെയ്യുക. നമുക്ക് 17.5 ഇഞ്ചാണ് ലൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ലെങ്ത് കിട്ടുക കേട്ടോ. അതായത് നമ്മുടെ 2 ഇഞ്ചോ അല്ലെങ്കിൽ 3 ഇഞ്ചോ ഫ്രണ്ടിലെ പീസിന്ന് ലൈനിങ്ങിന്റെ ലെങ്ത് കുറയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അതേപോലെ നമ്മൾ കുറച്ചിട്ടുണ്ട്. ക്ലോത്ത് ഇതേപോലെ 4 മടക്കിയിട്ടിട്ടുണ്ട്. 4 മടക്കിയിട്ട ക്ലോത്തിൽ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ യോക്ക് ഫോൾഡഡ് ആയിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുക. ആ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ബാക്കി നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം വിടുത്ത് കിട്ടുന്ന രീതിയിൽ എലൈൻ ചെയ്യുന്ന പോലെ മാക്സിമം വിടുത്ത് കിട്ടുന്ന രീതിയിൽ ഇതേപോലെ ചരിച്ച് വരച്ചിട്ടുണ്ട്. അവിടെ ഒരു 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് ചരിച്ച് വരയ്ക്കുന്നുണ്ട്. ഈ അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു മൊത്തത്തിലുള്ള ഡ്രസ്സ് 2 പാർട്ടായിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഒരു വീഡിയോയിൽ നമ്മൾ ഫ്രോക്ക് മൊത്തമായിട്ട് എങ്ങനെയാ ചെയ്യാന്നുള്ളത് കാണിക്കാം. അടുത്ത വീഡിയോയിൽ ഇതിന്റെ ജാക്കറ്റ് എങ്ങനെയാ ചെയ്യാന്നുള്ളത് കാണിക്കാം. കാരണം രണ്ടും കൂടി ഒന്നിച്ച് നമ്മളൊരു വീഡിയോയിൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്പീഡിൽ പറയേണ്ടതായിട്ട് വരും. പിന്നെ കാരണം എത്രയെങ്കിലും ലെങ്ത് നമുക്ക് വീഡിയോക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് 2 പാർട്ടായിട്ട് ചെയ്യാം. ഫ്രോക്കിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ജാക്കറ്റിന്റെ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിലെ പീസിന് ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക. കാരണം നമ്മൾ ഈ ഒരൊറ്റ ലൈനിങ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആം ഹോളും നെക്കും ഒക്കെ നമ്മൾ ഈ ലൈനിങ് തന്നെയാണ് ചെയ്യുന്നത്. എന്താ പറയാ, ക്രോസ് പീസ് വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്ലോത്ത് നല്ല കട്ടിയുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ, ലൈനിങ് ഇടാണ്ടാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് പീസ് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആദ്യം ഇതേപോലെ നല്ല രീതിയിൽ നല്ല തുണീന്റെ നല്ല വശത്തിന്റെ മുകളിൽ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുന്നുണ്ട്. ആം ഹോളിന്റെ സൈഡ്, നെക്ക്, അടുത്ത ആം ഹോളിന്റെ സൈഡ്, ഇത്രയും ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലൈനിങ്ങിന്റെ അളവ് പ്രകാരം നമ്മൾ മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. 4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുന്നുണ്ട്. ഈ 4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുന്നുണ്ട്, മറിച്ചെടുക്കുന്നുണ്ട്. മറിച്ചെടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. അയൺ ചെയ്തതിന് ശേഷം ഇത്രയും ഭാഗങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത അത്രയും ഭാഗം ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം, പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. ആം ഹോളിന്റെ ഭാഗം, നെക്ക്, അടുത്ത ആം ഹോളിന്റെ ഭാഗം, ഇത്രയും ഭാഗം ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിലെ പീസ് എടുക്കാം. ബാക്കിലെ പീസ് ചെയ്യുമ്പോഴും സെയിം ഇതേപോലെ തന്നെയാണ്. പക്ഷെ 2 പീസായിട്ട് നമുക്ക് ചെയ്യാനുണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. നല്ല ക്ലോത്തിന്റെ മുകളിൽ നമ്മൾ ലൈനിങ് വെക്കുക, ആം ഹോളിന്റെ ഭാഗം ചെയ്യുക, അതേപോലെ തന്നെ നെക്ക് ചെയ്യുക. ഇവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ സെന്റർ കട്ട് ചെയ്തിട്ട് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് 4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യണം. സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു സ്റ്റിച്ച് ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും തമ്മിൽ ഈ ഒരു പീസിൽ വ്യത്യാസമായിട്ടുണ്ടാവും. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക, മറിച്ചെടുക്കുക, പതിച്ചടിക്കുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പീസും കൂടി ചെയ്തെടുക്കുക. 2 പീസും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഒപ്പം ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഞാൻ 2 പീസും ചെയ്തെടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെക്കുക. എന്നിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിന്റെ കറക്റ്റ് മുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് എന്താ പറയുക, നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ക്ലോത്ത് 2 ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വെക്കുക. ഇനി ഇതിന്റെ കറക്റ്റ് സെന്ററിലായിട്ട് വേണം നമ്മൾ സിബ് വെച്ച് കൊടുക്കാൻ. ഇൻവിസിബിൾ സിബ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് സെന്ററിൽ തന്നെ വരുന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. സിബിന്റെ ചീത്ത വശാണേ വെച്ച് കൊടുക്കേണ്ടത്. ആ സിബ് ഓപ്പൺ ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കുറച്ച് മുകളിലേക്ക് പൊക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് സിംഗിൾ ഫൂട്ടർ ഇടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫൂട്ടർ ഇട്ട് കൊടുക്കുക. അപ്പൊ കുറച്ചും കൂടി അടുപ്പിച്ചിട്ടായിരിക്കും ആ ഒരു സ്റ്റിച്ച് ഉണ്ടാവുക. അപ്പൊ സിംഗിൾ ഫൂട്ടർ ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാ ചെയ്യാന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഫൂട്ടർ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പൊ സിംഗിൾ ഫൂട്ടർ ഇല്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷിങ്ങോട് കൂടിയിട്ട് സിബ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അതിന്റെ കറക്റ്റ് സെന്ററിൽ വെക്കുക. എന്നിട്ട് സൈഡിലൂടെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ലോക്ക് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിലും സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് ലോക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെന്ററിൽ കൊടുത്തിട്ടുള്ള ആ സ്റ്റിച്ച് എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് അയച്ചെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് സിബ് അവിടെ വരും. ഈ ഒരു രീതി ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് യോക്ക് ഒക്കെ അതായത് കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യുന്ന സമയത്ത് യോക്കും സ്കേർട്ടും ഒക്കെ വരുന്ന രീതിയിൽ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. ബ്ലൗസിൽ സൈഡിൽ സിബ് കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വലിയ ആളുകൾക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ള കുർത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് യോക്കും സ്കേർട്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. ഷേലൈൻ ആയിട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നോർമൽ ചുരിദാർ ചെയ്യുന്ന സമയത്തൊന്നും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. യോക്കും സ്കേർട്ടും സെപ്പറേറ്റഡ് ആയിട്ട് വരുന്ന രീതിയിലൊക്കെ ഉള്ള രീതിയിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ബ്ലൗസിലൊക്കെ ചെയ്യുന്ന സമയത്ത് സൈഡിലൊക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്യാം.
ഇനി സിബ് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലുള്ള എക്സ്ട്രാ ഭാഗം ഉള്ളോട്ടേക്ക് വെച്ചിട്ട് ഒന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് ആ ലൈനിങ്ങിന്റെ ഉള്ളിലായിട്ടാണ് ആ ഷോൾഡർ ലൈൻ വരുന്നത്. അപ്പൊ ഇങ്ങനെ എങ്ങനെയാ ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കുട്ടികളുടെ പട്ടുപാവാട എങ്ങനെയാ ചെയ്യാറ്, പട്ടുപാവാടന്റെ ബ്ലൗസ്. അപ്പൊ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഐക്കാർഡിൽ ഞാൻ ലിങ്ക് കൊടുക്കുക കേട്ടോ. സിബ് അറ്റാച്ച് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂ, പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പക്ഷെ ചെയ്യുന്ന സമയത്ത് ആദ്യമേ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം എന്നുള്ളത് മറന്നു പോകരുത്. ഇനി നമ്മൾ സ്കേർട്ടിന് വേണ്ടി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പീസ് എടുക്കുക. അതിന് ഇതേപോലെ ഒരു സൈഡിൽ നമ്മൾ ലോങ് സ്റ്റിച്ച് കൊടുക്കുക. ലോങ് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും എൻഡ് ചെയ്യുന്ന സമയത്തും നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കാതെ വേണം ലോങ് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നോർമൽ സ്റ്റിച്ച് ആണ്, പക്ഷെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും ലോക്ക് ചെയ്യാതെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ ഒരു ഭാഗത്തു നിന്ന് ത്രെഡ് ഇതേപോലെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ട്, ഗാദേഴ്സ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്ത് വരും. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇനി അതല്ല നിങ്ങൾക്ക് പ്ലീറ്റ്സ് ഇടാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഇവിടെ നമ്മൾ നേരത്തെ അതായത് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ യോക്കിന്റെ കറക്റ്റ് അളവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ആ യോക്കിന് നല്ല വശത്തിന്റെ മുകളിൽ നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സ്കേർട്ട് പീസിന്റെ നല്ല വശം വെച്ച് കൊടുക്കുക. നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെക്കുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റിച്ച് കൊടുക്കുക. കാരണം ഓൾറെഡി നമ്മൾ പ്ലീറ്റ് ഇട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചതാണ്. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 42 ഇഞ്ചായിരുന്നു നമ്മുടെ ക്ലോത്തിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളത് കൺവേർട്ട് ചെയ്ത് വന്നപ്പോൾ കറക്റ്റ് കുഞ്ഞു കുഞ്ഞായിട്ടുള്ള പ്ലീറ്റ്സ് ആയിട്ടാണ് നമുക്കത് വന്നിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക, നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ലൈനിങ്ങും വെച്ച് കൊടുക്കുക. സെയിം ഇതേപോലെ തന്നെ നല്ല വശത്തിന് മുകളിൽ നമ്മുടെ സ്കേർട്ട് പീസിന്റെ നല്ല വശം, അതിന്റെ മുകളിൽ നമ്മുടെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. സെയിം ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിലെ പീസും ചെയ്തെടുക്കുക. ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ താഴ്വശം മടക്കി തയ്ക്കണം. പിന്നെ അളവ് പ്രകാരം സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സ്ട്രഗിന്റെ, അതായത് ജാക്കറ്റിന്റെ പീസാണ് നമുക്ക് വേണ്ടത്. 2 ഇഞ്ച് വിട്ടുള്ള അത്യാവശ്യം ലെങ്ത് ഉള്ള പീസാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഇത്രയും ലെങ്ത് ഒന്നിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പീസ് ഒന്നിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്താലും മതി. ഇതേപോലെ അത്യാവശ്യം ലെങ്ത് ഉള്ള പീസ് എടുക്കുക. എന്നിട്ട് ഇതിന്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ കറക്റ്റ് 2 മടക്കി കൊടുക്കുക. എന്നിട്ട് സൈഡ് നമ്മൾ എടുത്ത അത്രയും ലെങ്ത്തിൽ സൈഡ് എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പിന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല വശം പുറത്തേക്ക് എടുക്കുക. നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതേപോലെ നല്ല വശം ഒന്ന് പുറത്തേക്ക് എടുക്കുക. നല്ല വശം പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള ആ സ്റ്റിച്ച് സെന്ററിൽ വരുന്ന രീതിയിൽ, അടിഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അതായത് മുകളിൽ സ്റ്റിച്ച് കാണാൻ പാടില്ല, സ്റ്റിച്ച് സെന്ററിലാണ് വരേണ്ടത്, അതും അടിഭാഗത്താണ് വരേണ്ടത്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പൊ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു താഴേന്നൊരു താഴ്ഭാഗമൊക്കെ നമ്മൾ മടക്കി തയ്ച്ചതാണ്. അപ്പൊ അവിടെ നിന്നൊരു 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പീസ് വെച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് മാർക്ക് ചെയ്യാം. അപ്പൊ ഇതേപോലെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഈ പീസ് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തത് കാരണം തന്നെ ഈ പീസിന്റെ വായ്ഭാഗം, അതായത് തുറന്നിരിക്കുന്ന ഭാഗം കുറച്ച് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മടക്കി കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ മടക്കി കൊടുക്കാം കേട്ടോ. എങ്ങനെയായാലും ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ഇതേപോലെ പീസ് ഉള്ളോട്ടേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാണ്. നമ്മൾ മാർക്ക് ചെയ്ത ഈ 2.5 ഇഞ്ചിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. മൊത്തമായിട്ട് ഈ ഫ്രോക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആദ്യം ഒരു സൈഡിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു ഫ്രോക്കാണ്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സിബ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മൾ ജാക്കറ്റും ചെയ്തെടുത്തിരിക്കുന്നുണ്ട്. വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.